കരയുന്നുവമ്മേ നിൻ മുമ്പിൽ നിന്ന് ആരും കാണാതെ ഞാൻ പാടുന്നുവമ്മേ എൻ ജീവഗാനം ആരും കേൾക്കാതെ ഞാൻ വരുമോ നീയമ്മേ കണ്ണീർ തുടയ്ക്കാൻ നീ വരുമോ? കണ്ണീരിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയ, ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു ബാല്യവും കൗമാരവും ഒക്കെ ആയിരുന്നു എൻ്റെ. അതിനുശേഷമാണ് സെമിനാരിയിൽ കടന്നു വന്നത് അച്ഛനാകാനുള്ള ആഗ്രഹത്തോടുകൂടെ. ഇന്ന് പുരോഹിതനായി തൈക്കാട്ടുശ്ശേരി ഇടവകയിൽ പൗലോസ് ലീഹായുടെ മാധ്യസ്ഥമുള്ള ഈ ദേവാലയത്തിൽ തൃശ്ശൂർ അതിരൂപതയുടെ അംഗമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു പുരോഹിതനായി വെള്ളവസ്ത്രം അണിഞ്ഞു നിൽക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന അനുഭവമാണ്. അതിനേക കാരണം ഈ പാട്ടിൽ കേട്ടതുപോലെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളിലൂടെ കടന്നുപോയ ജീവിതമായിരുന്നു എൻ്റെ. പരിശുദ്ധ അമ്മ താങ്ങിയില്ലായിരുന്നെങ്കിൽ വീണു പോകേണ്ട, അമ്മ കൈപിടിച്ച് നടന്നില്ലായിരുന്നെങ്കിൽ കൃപയുടെ വാതിലിൽ എത്താതെ പോകേണ്ടി വന്ന അത്രയും അനർത്ഥങ്ങളുടെ കൊടുമുടി കയറിയ ജീവിതമായിരുന്നു എൻ്റെ. ഇന്ന് പൗരോഹിത്യത്തിൽ വലിയ സന്തോഷത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ അമ്മയുടെ മകനെക്കുറിച്ച് പ്രഘോഷിക്കാനും മരിയൻ ധ്യാനങ്ങൾ ചെയ്യാനും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേനയിലൂടെ ലക്ഷക്കണക്കിന് പേരെ പരിശുദ്ധ അമ്മയിലേക്ക് എത്തിക്കാനുമൊക്കെ ഉപകരണമായതിന് ഏക കാരണം ഈ ജപമാല ഒന്നു മാത്രമാണ്. അനുഗ്രഹത്തിൻ്റെ അടയാളമായ ഈ ജപമാല കയ്യിലേന്തിയപ്പോഴാണ് വെറും ഒന്നുമല്ലാതിരുന്ന ഒരാളെ പരിശുദ്ധ മറിയം ഏറ്റെടുത്ത് അമ്മയുടെ പ്രിയ മകനാക്കി മാറ്റിയത്. എൻ്റെ പേര് സ്റ്റാഴ്സൺ ജെ കള്ളിക്കാടൻ. തൃശ്ശൂർ അതിരൂപതയിൽ പുരോഹിതനായി ഇത് 12ാം വർഷം. ഈ അനുഗ്രഹമാല എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്താനും അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ പറയാനും തുടങ്ങിക്കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ രാത്രി പകലാവുവോളം, പകൽ രാത്രിയാവോളം പറയാനുള്ള അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ സമ്മാനിച്ചിട്ടുണ്ട്. ആരൊക്കെ ഈ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ ഈ അനുഗ്രഹമാല കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള അത്ഭുതങ്ങളുടെ മണിച്ചെപ്പുകൾ പരിശുദ്ധ അമ്മ തുറന്നു തരും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കരഞ്ഞ് തകർന്നു പാടിയ ഒരു ഗാനമാണ്. ആ ഒരു വലിയ സങ്കടം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തമാണ്. അമ്മയുടെ ദുരന്തം എൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചപ്പോൾ തിരിച്ചു കിട്ടിയ ജീവിതമാണ് എൻ്റെ അമ്മയുടെയും ഈ പൗരോഹിത്യത്തിൽ നിൽക്കുന്ന എൻ്റെയും ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രോഗ്രാം, അനുഗ്രഹമാല എന്ന് പറയുന്ന പ്രോഗ്രാം കടന്നു പോകുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ ജീവിതത്തിൽ കണ്ണീരിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ, എഴുന്നേൽക്കാനാവാത്ത രീതിയിലുള്ള മുറിവുകളുണ്ടെങ്കിൽ നിങ്ങൾ ഓടി വരേണ്ടത് ഈ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. അമ്മയുടെ അടുത്ത് വന്നിരുന്ന് അമ്മയുടെ മുൻപിലിരുന്ന് കരയുന്നു അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ അമ്മ ആശ്വാസത്തിൻ്റെ ഒരു മഞ്ഞുകാറ്റ് പോലെ നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ മിഴികളിൽ അമ്മ കണ്ണുനീര് തുടച്ചു മാറ്റി സ്നേഹത്തിൻ്റെ അഞ്ജനം എഴുതിത്തരും. ഈ കാലഘട്ടത്തിൽ 2ാം വരവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായ കാര്യം. അന്ന് നോഹിൻ്റെ പ്രളയകാലത്ത്, പ്രളയം കഴിഞ്ഞപ്പോൾ നോഹ് ഒരു പ്രാവിനെ കണ്ടു. ഒരു പച്ചില കുത്തിയെടുത്ത് നിൽക്കുന്ന ഒരു പ്രാവ്. പുതിയ ഇസ്രായേലായ നമ്മുടെ ജീവിതത്തിൽ നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ പ്രളയങ്ങൾക്കപ്പുറത്ത് ആ നോഹ കണ്ടതുപോലെയുള്ള പ്രാവാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ ധ്യാനിച്ച് നമുക്ക് ജീവിച്ചു തുടങ്ങാം. അമ്മയുടെ സാക്ഷ്യങ്ങൾ മനസ്സിൽ സ്വീകരിച്ച് അമ്മയോട് പറയാം, അമ്മേ, ഈ കേൾക്കുന്ന സാക്ഷ്യം പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവം വരുന്ന ആളുകളിൽ പങ്കുവയ്ക്കാൻ എന്നെ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
വലിയൊരു കൂട്ടുകുടുംബത്തിലൊക്കെ ആയിരുന്നു ജനനം. എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥന, അപ്പൂപ്പനും അമ്മാമ്മയും എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു. അവർ ചെല്ലുമ്പോൾ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു ജപമാല ചൊല്ലണമെന്നൊക്കെ. പക്ഷെ അന്നൊക്കെ ഒരു കുട്ടിക്കളി പോലെ ആയിട്ടോ അല്ലെങ്കിൽ അതിലൊന്നും നമുക്ക് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ ജപമാലയിലേക്ക് എപ്പോഴാണ് വന്നേ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സെമിനാരിയിൽ പോകുന്ന ഒരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിച്ച് സെമിനാരി പോയ ഒരു അച്ഛനല്ല ഞാൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ കുറേ ഇൻട്രസ്റ്റുകളൊക്കെ ആയിരുന്നു. മറ്റൊരു കൂട്ടുകാരനെ സഹായിക്കാനായിട്ട് സെമിനാരിൽ പോയതാണ്. അവന് സ്ഥലം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കൂട്ടുപോയി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇഷ്ടം തോന്നി, ഈശോ വിളിക്കുന്നു എന്ന് തോന്നിയിട്ട് പൗരോഹിത്യത്തിലേക്കൊക്കെ ചേരാൻ ആഗ്രഹിച്ച് സെമിനാരിയിൽ ചേരുന്നത്. അങ്ങനെ ചേരുന്ന ഒരു ദിവസമുണ്ട് ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ വീട്ടുകാർ അമ്മയും അപ്പച്ചനും അനിയത്തിമാരും ഒക്കെ കൂടിയിട്ട് സെമിനാരിയിൽ കൊണ്ടുവന്നാക്കുന്ന ദിവസം. എനിക്കാണെങ്കിൽ ഞാൻ അമ്മയുടെ ഭയങ്കര പ്രിയപ്പെട്ട മോനാണ്. എന്ന് പറഞ്ഞാൽ അമ്മയും ഞാനും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അമ്മയുടെ അടുത്താണ് 10ാം ക്ലാസ് കഴിയണ വരെ ഞാൻ കിടന്നിട്ടുള്ളത്. അപ്പം അമ്മയെ മാറി നിൽക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എങ്കിലും ആഗ്രഹമുണ്ട് അച്ഛനാവണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് സെമിനാരിയിൽ കൊണ്ടുവന്നാക്കാനായിട്ട് ആദ്യമായിട്ട് വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞ് സെമിനാരിയിൽ മൈനസ് സെമിനാരിയിൽ എത്തുന്നത്. മൈനസ് സെമിനാരിലെത്തി എല്ലാവരും കഴിഞ്ഞ് അമ്മയും അപ്പച്ചനൊക്കെ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഉടനെ മനസ്സിൽ ഒരുപാട് സങ്കടമാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോലും അങ്ങനെ മാറി നിന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മയുടെയും അപ്പച്ചൻ്റെയും ഒക്കെ കൈ പിടിച്ച് നിൽക്കണ്ടായിരുന്നേ. എല്ലാവരും പോയി ഒരു സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ലൈഫ് ഇങ്ങനെ വല്ലാത്ത ശൂന്യത അനുഭവിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ടാറ്റയൊക്കെ തന്നതിൻ്റെ മോൻ അവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടിയിറങ്ങി പോകുന്നൊരു രംഗമുണ്ട്. അത് ഭയങ്കര ഹൊറിബിളായി തോന്നാം. എനിക്ക് പറ്റുന്ന പണിയല്ല, അച്ഛനാകൊന്നും വേണ്ട, അമ്മയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ ഞാൻ ഇങ്ങനെ ഓടി പോവാ. അമ്മ ഞാൻ സെമിനാരിൽ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സ്നേഹമുള്ളവരെ അമ്മ എൻ്റെ കൈ പിടിക്കുക. മോനെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിൽക്കണ്ട, പക്ഷേ എന്നും അമ്മ നിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവില്ലേ മോനെ, അമ്മയുടെ നാളെ എത്ര നാളൊന്നും അറിയില്ലല്ലോ, എൻ്റെ മോൻ വന്നേ എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ എൻ്റെ അമ്മ എന്നെ കൈ പിടിച്ച് മൈനസ് സെമിനാരിയിലുള്ള അവിടെ ഒരു ഗ്രോട്ടോയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാം. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് മാതാവിൻ്റെ അവിടെ നിന്നിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ഒരുപാട് കരയാണ്. പരിശുദ്ധ അമ്മേ, എൻ്റെ മോന് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, അതേസമയം തന്നെ അവന് വീട്ടിലേക്ക് വരാനൊക്കെ ആഗ്രഹമുണ്ട്, എനിക്ക് അമ്മയുടെ അടുത്ത് ഒന്നാ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് എൻ്റെ അമ്മ ഇങ്ങനെ മിഴി ഉയർത്തിയിട്ട് അമ്മയുടെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ പറയാണ്, എൻ്റെ മോനെ ഇത്ര നാള് ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിട്ടുണ്ട് പരിശുദ്ധ അമ്മേ, ഇനിതാ ഈ മോനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇത്ര പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ എൻ്റെ അമ്മയുടെ കഴുത്തിൽ എന്നും ചൊല്ലിയിരുന്ന ഒരു ജപമാലയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷാജിച്ചിൻ്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടിയിട്ടും കൂട്ടി കെട്ടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ജപമാല അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ആ കൊന്ത അമ്മ കഴുത്തിൽ നിന്ന് ആദ്യമായിട്ട് ഊരുക. അത് ഊരിയിട്ട് മാതാവിൻ്റെ മുമ്പിൽ ഈ ജപമാല ഇങ്ങനെ വിറയ്ക്കുന്ന കൈകളോടുകൂടെ വെച്ചതിന് ശേഷം അതെൻ്റെ കയ്യിൽ ഇങ്ങനെ തിരിച്ചേൽപ്പിക്കുക. എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ ഇത്ര നാൾ എൻ്റെ മോനെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയിട്ടുണ്ട്, ഇനി എൻ്റെ മോനെ ഒന്നും പേടിക്കേണ്ട, പരിശുദ്ധ അമ്മ എൻ്റെ മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോളും, അമ്മയുടെ നീലം മേലങ്കിയുടെ സംരക്ഷണമല്ലേ എൻ്റെ മോന് വേണ്ടേ, അമ്മ തരുന്ന സ്നേഹത്തെക്കാൾ 1000 അമ്മമാർ തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും തരുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് ജപമാല ചൊല്ലി എൻ്റെ മോൻ പ്രാർത്ഥിച്ച മോൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മാറ്റിത്തരും. മോനായ ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മയ ജ്ഞാനത്തിൽ, ധ്യാനത്തിൽ, ഭക്തിയിൽ, വിശ്വാസത്തിൽ, സ്നേഹത്തിൽ വളർത്തിയ അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ എൻ്റെ മോൻ സ്നേഹിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഞാനില്ല എന്നുള്ള സങ്കടമൊന്നും എൻ്റെ മോന് വേണ്ടാന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ എൻ്റെ അമ്മ എൻ്റെ നെറ്റിത്തടത്തിലൊരു ചുംബനം തന്ന് ഈ ജപമാല എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാ. ആ കരങ്ങൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിച്ചു തന്ന് മാതാവിനിങ്ങനെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ജപമാല കയ്യിലെടുക്കണം, അത് ഒരായുധമായി എൻ്റെ ജീവിതത്തിൽ മാറും. ഇത് പറഞ്ഞിട്ട് അമ്മേനോട് ചോദിച്ചു, ഇനി എൻ്റെ മോന് വീട്ടിൽ വരണോ? ഇപ്പോൾ സ്നേഹമുള്ളവരെ, അമ്മയുടെ ഈ ഒരു വാക്കുകളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. ഫീൽ ദ പ്രസൻസ് ഓഫ് ലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മദറിൻ്റെ സ്നേഹം എങ്ങനെയാണ്, മദർ മേരിയുടെ സ്നേഹം എങ്ങനെയാണെന്നുള്ളത് ഈ അമ്മയിലൂടെയാണ് ഞാൻ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ ആദ്യമായിട്ട് കയ്യിലേൽക്കുന്നത്. അന്ന് മുതലാണ് ജപമാലയോടുള്ള ഒരു സ്നേഹമൊക്കെ തുടങ്ങുന്നത്. അന്ന് മുതൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ജപമാല ചൊല്ലാനുമായിട്ട് തുടങ്ങാണ്. ഇന്ന് ഈ ഒരു അനുഗ്രഹമാല എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നവർ, ഒരുപക്ഷെ ജപമാലയൊക്കെ വിരസമായി ചെല്ലുന്നവരും അല്ലെങ്കിൽ കഴുത്തിൽ ജപമാലയിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മളോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ, നീ അതൊന്ന് കയ്യിലെടുത്ത് വിശ്വാസത്തോടു കൂടെ പരിശുദ്ധ അമ്മയോടൊന്ന് പറഞ്ഞ്, എൻ്റെ അമ്മേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്,
ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അമ്മ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന അനുഭവം തരണേ എന്ന് പറഞ്ഞ് ചൊല്ലി തുടങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ അനുഭവിച്ചതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കൊണ്ടുവരും. ജപമാല ഭക്തിയിലേക്ക് വളർന്നത് അന്ന് മുതലാണ്. ഇനി എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത്, നേരിട്ട് ഇടപെട്ടത് എന്ന് നമുക്കിനിയുള്ള തുടർന്നുള്ള ശുശ്രൂഷയിൽ കണ്ടെത്താം. ഇപ്പോൾ ജപമാല ഭക്തിയിലേക്ക് നമ്മൾ വളരണം. മൗണ്ട് ഫോർട്ട് വളർന്നതുപോലെ, ബെനഡിക്റ്റ് വളർന്നതുപോലെ നമുക്ക് ഈ അനുഗ്രഹമാല എന്ന് പറയുന്ന ശലോൺ ടി വിയിലെ ഈ ഒരു അഭിഷേക പ്രോഗ്രാമിലൂടെ, പരിശുദ്ധ അമ്മയുടെ മക്കളുടെ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ. മറ്റൊരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ശാലോമിലും ഗുഡ്നസ്സിലും ഷക്കീനറ്റിയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അനുഗ്രഹമാല എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അമ്മയുടെ ജപമാലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആനന്ദത്തിൻ്റെ ഒരു നിറവ് അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ പരിശുദ്ധ അമ്മയോട് മുടങ്ങാതെ ഒരു 3 ജപമാല ചൊല്ലാൻ തീരുമാനിച്ചു. വ്യക്തിപരമായിട്ട് 3 ജപമാല നീ ചൊല്ലാൻ തുടങ്ങുമ്പോൾ നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ ഒരു വല്ലാത്തൊരു പ്രസൻസ് വി വിൽ ഫീൽ. Now I am experiencing the power of Mother Mary. അങ്ങനെ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ ഒരു വല്ലാത്ത സാന്നിധ്യം. കുറേ മക്കൾ ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആരുമില്ല എന്നുള്ള തോന്നലിൽ നിന്ന്, വേദനയിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഏറ്റെടുക്കുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയോ ഈ പ്രോഗ്രാമിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഇടപെടണേ എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്. ആശുപത്രിയുടെ വരാന്തയിലിരുന്ന് ഇനി സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് മിഴുനീര് വറക്കുന്നവരോട് പരിശുദ്ധ അമ്മ പറയുന്നു, എൻ്റെ കുഞ്ഞെ നീ കരയല്ലേ, കുഞ്ഞേ എൻ്റെ പൊന്നേ, ഞാൻ മാറിൽ ചേർക്കുന്ന മുത്തല്ലേ നീ. പരിശുദ്ധ അമ്മ നമ്മളോട് പറയാ, വാവേ എൻ്റെ വാത്സല്യമേ, ഞാൻ മാറിൽ ചേർക്കുന്ന മുത്തല്ലേ നീ. നീ എൻ സ്വന്തം, നീ എൻ ജീവൻ, അമ്മയായി ഞാൻ എന്നും കൂടെ നിൽക്കാം. നീ എൻ സ്വന്തം, നീ എൻ ജീവൻ, അമ്മയായി ഞാൻ നിന്റെ കൂടെ നിൽക്കാം. കുഞ്ഞേ എൻ്റെ പൊന്നേ, ഞാൻ മാറിൽ ചേർക്കുന്ന മുത്തല്ലേ നീ. വാവേ എൻ്റെ വാത്സല്യമേ. പരിശുദ്ധ അമ്മ ഇങ്ങനെ അനേകം മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. മക്കളില്ലാത്ത ദമ്പതികൾ ഈ ഒരു ശുശ്രൂഷയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ വഴി നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അമ്മ അനുഗ്രഹിക്കുന്ന ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമ്മ പറയാണ്, ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ സമയത്ത് കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ തന്ന വരിയാണ്, എൻ്റെ കുഞ്ഞ് നീന്തിനെ കരയണേ, കുഞ്ഞേ എൻ്റെ പൊന്നേ. പരിശുദ്ധ അമ്മ തന്ന പാട്ടാ. സ്നേഹിതരെ, ഞാൻ പാട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒന്നിനും ഒരു ഡോക്ടറേറ്റ് ഇല്ലാത്ത ഒരു പാവാച്ചനാ, ഒരു പോഴനായ വൈദികനാ. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരുപാട് പാട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അമ്മ ഇങ്ങനെ കാതിൽ പാടിത്തരുന്ന പോലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജപമാല ചൊല്ലി തുടങ്ങിയപ്പോഴാണ്. അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. തുടർന്ന് അമ്മ ജീവിതത്തിൽ ഇടപെട്ട ഒരു നല്ല സന്ദർഭം നമുക്ക് കണ്ടെത്താം. എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഇരുണ്ട രാത്രിയുണ്ട്. അത് നമ്മൾ മുഴുവൻ കേട്ടിട്ടുള്ളത് വിശുദ്ധരുടെ ജീവിതങ്ങളിൽ മുഴുവനാണ്. അവരുടെ ജീവിതങ്ങളിലൊക്കെ ഈ ഇരുണ്ട രാത്രി അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അമ്മ ത്രേസ്യയുടെയും അതുപോലെ തന്നെ കുരിശിലെ യോഹന്നാൻ്റെ ഒക്കെ സമയത്താണ്. വല്ലാതെ കണ്ണിലിരുട്ട് കയറുന്ന അനുഭവങ്ങൾ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഏറ്റവും സങ്കടം തോന്നിയ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തലേ മാസമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച പോലെ അമ്മയും ഞാനും തമ്മിലൊരു ഭയങ്കര വൈകാരികമായ ബന്ധമുണ്ട്. അപ്പോൾ അവസാനം ധ്യാനത്തിനായിട്ട് പോകുന്ന ഒരു സന്ദർഭം, അച്ഛനാകുന്നതിൻ്റെ 1 മാസം മുമ്പ് ഒരു ധ്യാനം കൂടാൻ പോകുന്നു.
ഡീക്കന്മാരുടെ ഈ ഒരു ധ്യാനത്തിന് പോകുന്നതിൻ്റെ തലേ ദിവസം അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഇത്ര നാൾ നിന്നോട് പറഞ്ഞിട്ടില്ല നീ അച്ഛനാവണമെന്നൊന്നും, പക്ഷേ ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്തായാലും നീ ഇത്രയായല്ലോ, അച്ഛനാവുമ്പോൾ നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ എന്താണ് അമ്മയ്ക്ക് ചെയ്യേണ്ടത്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അച്ഛനാവുമ്പോൾ ദിവ്യകാരുണ്യ ഈശോനെ എടുത്തുയർത്തുമ്പോൾ ആദ്യമായിട്ട് നീ തിരുവോസ്തി ഉയർത്തുമ്പോൾ ആ തിരുവോസ്തിയിൽ നിന്ന് ഒരു തുണ്ട് അമ്മയ്ക്ക് ആഹരിക്കാൻ തരണം. അമ്മയ്ക്ക് ഭയങ്കര കൊതിയാണ് നീ അച്ഛനായിട്ട് പുത്തൻ കുർബാന ചെല്ലുമ്പോൾ നിന്റെ കൂടെ നിന്ന് ബലിയർപ്പിക്കാൻ അന്ന് ഈശോയുടെ ശരീരം നിന്റെ കൈ കൊണ്ട് മുറിച്ച് എനിക്ക് തരണത് എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്തതാന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ഇങ്ങനെ ഹഗ് ചെയ്യാണ്, എന്നെ കെട്ടിപിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനെ എൻ്റെ ജീവിതത്തിൻ്റെ ഇനി ഏറ്റവും വലിയ സന്തോഷം ഇനി അതുള്ളൂ, എൻ്റെ മോൻ്റെ തിരുപ്പട്ടത്തിൻ്റെ അന്ന് നിന്റെ കൂടെ നിന്ന് ബലിയർപ്പിക്കണം, നീ തരുന്ന ഈശോയെ എനിക്ക് സ്വീകരിച്ചിട്ട് മരിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങനെയൊന്നും പറയല്ലേ, അമ്മ എൻ്റെ ചങ്കല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്നേഹിതരെ ഞാൻ ഈ ധ്യാനം കൂടാൻ പോകുന്നത്. ഡീക്കന്മാരുടെ ധ്യാനം കൂടാൻ പോയി അതിൻ്റെ ഒരു 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വരികയാണ്. അനോണിമസ് കോൾ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ആ സമയത്ത് അവിടേക്കൊരു കോള് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചാർജുള്ള അച്ഛൻ എനിക്ക് ആ കോള് തരുമ്പോൾ എൻ്റെ അമ്മയാണ് ഫോൺ എടുത്തിട്ടുള്ളത്. അമ്മയെ വിളിച്ചേക്കണേ. അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറയാ, എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കണ്ട ഇങ്ങനെ ഇടറി സംസാരം പൂർണ്ണമാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പച്ചൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് സുഖമല്ലേ, ധ്യാനമൊക്കെ നടക്കണില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഓ അപ്പച്ച പട്ടത്തിനുള്ള ഗേറ്റ് ഒരുക്കത്തിൻ്റെ ധ്യാനങ്ങളാണ്. അപ്പോൾ അപ്പൻ ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞ്, മോനെ നീ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് കുറച്ച് നേരം ഈശോയുടെ അടുത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ചോദിച്ചു, എന്താ അമ്മയ്ക്ക് പറ്റിയേ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അമല ഹോസ്പിറ്റലിലാടാ, അമല ഹോസ്പിറ്റലിലാണ്. ചോദിച്ചു, എന്താ പറ്റി അമ്മയ്ക്ക്? ഇപ്പോൾ ഡോക്ടർമാർ പറയണ അമ്മ കഴിഞ്ഞ ദിവസം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോര ഛർദ്ദിച്ചിട്ട് അമ്മയ്ക്ക് ക്യാൻസറാന്നൊക്കെയാണ് പറയണേടാ. അടുത്ത ആഴ്ച ഒരു പക്ഷേ കീമോ തുടങ്ങേണ്ടി വരും, ബയോപ്സി ടെസ്റ്റിന് അയച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പനത് മുഴുമിപ്പിക്കാൻ പറ്റാതെ ഫോൺ വയ്ക്കുക. സ്നേഹിതരെ, നമുക്ക് പിന്നെ ജീവിക്കാൻ തോന്നുന്നില്ല. കാരണം ഇത്രയും ആഗ്രഹിച്ച് 10-11 വർഷമൊക്കെ ഇങ്ങനെ അച്ഛനാവാനൊക്കെ പഠിച്ച് അമ്മയോട് ചേർന്ന് ബലിയർപ്പിക്കാനൊക്കെയുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അമ്മയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ ഞാനാണ് തിരുപ്പട്ടത്തിൻ്റെ 1 മാസം മുമ്പ് കേൾക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് ഉണ്ടാവില്ല എന്നുള്ളത്. കേൾക്കുമ്പോൾ ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യമാണ്. ഓടിപ്പോയി ഞാൻ ഈശോയുടെ മുമ്പിൽ കുറേ കരഞ്ഞ് കുറേ പരിഭവം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാനിനി അച്ഛനാവണില്ല. കാരണം എൻ്റെ അമ്മ ഇല്ലാത്ത ആ ബലിപീഠത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ബലിയർപ്പിക്കണ്ട. അമ്മ അവിടെ ആശുപത്രിയിൽ വേദന കൊണ്ട് ക്യാൻസറിൻ്റെ മുഴുവൻ വേദന എടുത്ത് കഴിയണ സമയത്ത് ഞാൻ പൗരോഹിത്യത്തിൻ്റെ ആ ഒരു രാജകീയ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്നേഹിതരെ ഞാൻ ഈ ഉടുപ്പൂരി വെച്ച് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം. ജീവിതത്തിൻ്റെ രാത്രിയുടെ ഏറ്റവും വേദന നിറഞ്ഞ ഇരുണ്ട രാത്രി. ദേവാലയത്തിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത്. പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീയെ പോലെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഞാനിങ്ങനെ കണ്ടു. സുഗന്ധവാഹിനിയായ പരിശുദ്ധ അമ്മ, കന്യകമാരിൽ സുന്ദരിയായ പരിശുദ്ധ അമ്മ എൻ്റെ മിഴി നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനെ 3 ദിവസം എനിക്ക് തരാൻ പറ്റുമോ? 3 ദിവസം എനിക്ക് തരാൻ പറ്റുമോ? ഈ ജപമാല കയ്യിലെടുത്ത് നിനക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ നിൽക്കുക. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപെട്ടോളാം, നിൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഞാൻ ഇടപെട്ടോളാം എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ഇങ്ങനെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോവാ. അവിടെ വെച്ച് സ്നേഹിതരെ ഞാനൊരു തീരുമാനം എടുത്ത തീരുമാനം ഇപ്രകാരമാണ്. അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് 3 ദിവസം കഴിഞ്ഞാൽ ബയോപ്സി ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നതാണ്. 3 ദിവസം കഴിഞ്ഞ് ബയോപ്സി ടെസ്റ്റിൻ്റെ റിസൾട്ട് കഴിയുമ്പോഴാണ് പിന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണ്ടേ. ഞാൻ ഈ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധ അമ്മയെ ഓടിപ്പോയി ദേവാലയത്തിൽ ഒരു ഗ്രോട്ടോ പോലെയുള്ള മാതാവിൻ്റെ അവിടെ പോയെന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെങ്കിൽ പിന്നെ ഞാൻ അച്ഛനാവണമെങ്കിലും പരിശുദ്ധ അമ്മ ജീവിക്കുന്ന അമ്മയാണെന്നും പരിശുദ്ധ അമ്മ മൊട്ടത്തോടല്ല യേശുക്രിസ്തുവിൻ്റെയും ലോകത്തിൻ്റെയും അമ്മയാണെന്ന് പ്രഘോഷിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടേ മതിയാവുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ പൗരോഹിത്യത്തിലോ പരിശുദ്ധ അമ്മയിലോ ഉള്ള ഭക്തി ഉണ്ടാവില്ല. ഈ ജപമാല വെറുതെയാന്ന് ഞാൻ പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, 3 ദിനരാത്രങ്ങൾ നീ ജപമാല ചൊല്ലാൻ പറയാം.
3 ദിവസങ്ങൾ ജപമാല ചൊല്ലാൻ പറഞ്ഞ് സ്നേഹമുള്ളവരെ ഞാൻ റക്ടറസിൻ്റെ അടുത്ത് ഈ ധ്യാനം നടക്കുന്ന സ്ഥലത്ത് പറഞ്ഞു, ഇനി ഞാൻ ധ്യാനം കൂടുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു എന്തേ എന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ മൈൻഡ് റെഡിയല്ല, എനിക്ക് ഒന്നും കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്തിരിക്കുക. അപ്പോൾ അവർ വിചാരിക്കണത് എനിക്ക് പൗരോഹിത്യ ദൈവവിളിയിൽ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെന്നാ. അപ്പോൾ അവർ പറഞ്ഞു ദൈവവിളിയിൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്താം. അപ്പോൾ അത് ആർക്കും അറിയില്ല, റക്ടറച്ചനും അല്ലെങ്കിൽ ഈ ധ്യാനം നടത്തുന്ന അച്ഛനും അല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ ഇനി 3 ദിവസം ഭക്ഷണം കഴിക്കില്ല, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കഴുത്തിൽ നിന്ന് ഊരി തന്ന ജപമാല ഞാനിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹമുള്ളവര് ജപമാല ചെല്ലാൻ തുടങ്ങാം. മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് നോക്കി ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ആരെങ്കിലും ഒക്കെ അടുത്തേക്ക് വരുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ കണ്ണുടയ്ക്കും. ആദ്യമായിട്ട് പാട്ട് എഴുതിയത് അപ്പോഴാണ്. കരയുന്ന അമ്മേ നിന്റെ മുമ്പിൽ നിന്ന് ആരും കാണാതെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞത് അപ്പോഴാണ്. കാരണം ബാച്ചുകാരൊക്കെ ഇങ്ങനെ വലിയ സന്തോഷത്തിലാണ്. തിരുപ്പട്ടത്തിന് വേണ്ട കാർഡ് അടിക്കുന്ന കാര്യം, ഇനി ആരൊക്കെ വിളിക്കണം എന്നുള്ള കാര്യം അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ഒരു പുഴുവിനെ പോലെ വീണ് പോകുന്ന അവസ്ഥ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കും. പിന്നെ വീണ്ടും ഇങ്ങനെ കരയും. എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറയുന്നു, കരയുന്നു അമ്മേ നിൻ മുമ്പിൽ നിന്ന് ആരും കാണാതെ. ഞാൻ വാവിട്ടൊന്നും ഓളിടാൻ പോലും പറ്റില്ല. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കില്ലേ, നീ എന്തിനിങ്ങനെ കരയണേന്ന്. പാടുന്നു അമ്മേ എൻ ജീവഗാനം ആരും കേൾക്കാതെ. ഞാൻ ആരും കേൾക്കാതെ കരഞ്ഞ് 3 ദിവസങ്ങൾ പ്രാർത്ഥിച്ചതാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയോ, 3-ാമത്തെ ദിവസം ക്ഷീണം വന്ന് രാത്രി 12 മണിയായിരിക്കും മാതാവിൻ്റെ മുമ്പിൽ നിന്ന് വെള്ളം മാത്രം കുടിച്ച് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ നിന്ന് ഞാനിങ്ങനെ അറിയാതെ അവിടെ വീണു പോവാ മാതാവിൻ്റെ അടുത്ത്. മാതാവിൻ്റെ സന്നിധിയിൽ വീണ് കിടക്കുന്ന സമയത്ത് അടുത്ത മാതാവിൻ്റെ പ്രസൻസ് ഞാൻ അനുഭവിച്ചതാ. മാതാവ് ഇങ്ങനെ തട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിൻ്റെ അമ്മയല്ലേ. എൻ്റെ മോനെ, നിനക്കറിയോ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എലിസബത്തിനെ സന്ദർശിക്കാൻ പോയതുപോലെ നിന്റെ അമ്മയെ സന്ദർശിക്കാൻ ഞാൻ പോവാ. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് കൊണ്ട്, നീ എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് എൻ്റെ മകനായ മിശിഹായെയും കൊണ്ട് അത്ഭുതങ്ങളുടെ താഴ്വരയിലേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ യാത്രയായി. എൻ്റെ അമ്മയുടെ തൊണ്ടയിലാണ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വേദന എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന അമ്മ. പോയ സമയത്ത് രാത്രി പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വീണ്ടും രാത്രി ഇരുന്ന് ജപമാല ചൊല്ലി പിറ്റത്തെ ദിവസം കുർബാന അർപ്പിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ ചങ്കുപൊട്ടി ബലി അർപ്പിച്ചതാണ്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, നീ കാൽവരിയിൽ എങ്ങനെയാണോ മോൻ്റെ കൂടെ നിന്ന് ബലിയർപ്പിച്ച് അതുപോലെ നിന്നോട് ചേർന്ന് ഞാൻ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ തിരുപ്പട്ടത്തിൻ്റെ തലേ മാസം നിന്ന് ജപമാല ചൊല്ലി ബലിയർപ്പിക്കുകയാണ്. ബലിയർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ട്. അമ്മയുടെ കോൾ വന്ന് ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ സ്നേഹമുള്ളവരെ അമ്മ ആത്മാവിൽ നിറഞ്ഞു പറയാം, എൻ്റെ മോനെ, ഇന്നലെ രാത്രി പരിശുദ്ധ അമ്മ എന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, നീ എന്തിനാ കരയണേ? നിന്റെ രോഗം മാറ്റുന്ന എൻ്റെ മകൻ ഇതാ നിന്റെ കൂടെയുണ്ട്. എൻ്റെ മകൻ നിന്നെ ഇതാ തൊടുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ഈ കഴുത്തിൽ തൊട്ടുപോവാ. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ എൻ്റെ അമ്മയുടെ ഇവിടെ തൊണ്ടയിൽ ഇങ്ങനെ തൊട്ടിറങ്ങിപ്പോയി എന്ന് പറയണേ. അമ്മ ഇത് പറഞ്ഞതിന് ശേഷം പറയാ, മോനെ, ബയോപ്സി ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, 99% ക്യാൻസറാന്ന് പറഞ്ഞ് അടുത്ത ദിവസം നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇരിക്കണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് റിസൾട്ട് നോക്കുമ്പോൾ അതിൽ 1% പോലും ക്യാൻസർ ഇല്ല. അതൊരു തൈറോയിഡിൻ്റെ ലക്ഷണമുള്ളൂ, അതല്ലെങ്കിൽ അത് മരുന്ന് കഴിച്ചാൽ മാറുന്നതാണ്, നിന്റെ പട്ടത്തിന് ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അമ്മ ആത്മാവിൽ സന്തോഷിക്കുക. സ്നേഹമുള്ളവരെ, ഞാൻ ആ ഒരു സന്തോഷത്തോടു കൂടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയണം, നീലാവിൻ്റെ മേലാപ്പു ചുറ്റി കണ്ണിൽ കാരുണ്യ ദീപം കൊളുത്തി. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നിട്ട് പറയാണ്, എൻ്റെ കുഞ്ഞെ, എൻ്റെ അടുത്ത് ശരണം ഗമിച്ചവരെ ആരും ഞാൻ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടില്ല. എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥന എന്താണെന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ സ്നേഹമുള്ളവരെ ഞാൻ അറിഞ്ഞതാണ്. തിരുപ്പട്ടത്തിൻ്റെ അന്ന് പുത്തൻ കുർബാന അർപ്പിക്കുന്ന സമയത്ത് താതനും അതുപോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ. ഈ വരി ഇങ്ങനെ പാടുമ്പോൾ സ്നേഹമുള്ളവരെ, എൻ്റെ കാപ്പയുടെ അടുത്ത് പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, നീ വിശുദ്ധ കുർബാനയിൽ
അമ്മയോട് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന അമ്മയായിട്ട് ഞാൻ എന്നും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിൽക്കുക. കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ആദ്യം ഈശോ എടുത്തു കൊടുക്കുന്നത് എൻ്റെ അമ്മയുടെ നാവിൻ്റെ തുമ്പിലാ. അമ്മയുടെ നാവിൻ്റെ തുമ്പിൽ ഈശോ എടുത്ത് കൊടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഇങ്ങനെ ഹൃദയം നിറയാണ്. ഒരാളെങ്ങനെയാണ് ആത്മാവിൽ നിറയുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രത്തോളം സന്തോഷം അനുഭവിക്കുക എന്നുള്ളത് ഞാനും എൻ്റെ അമ്മയും ഒരുപോലെ അനുഭവിക്കുക. അമ്മയുടെ നാവിൻ്റെ തുമ്പിൽ ഈശോയെ വെക്കുമ്പോൾ ആ നാവിൽ ഈശോ ഇരുന്ന് പുഞ്ചിരിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ ഒരു ഫ്രാഗ്രൻസ് മുഴുവൻ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ അനുഗ്രഹമാല എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നവരോട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രിയിൽ KP അപ്പൻ്റെ മധുരം നിന്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ അക്രൈസ്തവനായി മനുഷ്യൻ പറയുന്നത് സത്യമാണ്. നിന്റെ ജീവിതത്തിൽ ഇരുണ്ട രാത്രികളുണ്ടെങ്കിൽ, സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങളെ അവൾ സങ്കീർത്തനമാക്കി മാറ്റും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം. അങ്ങനെ വിശുദ്ധിയുടെ പടവുകൾ കയറുന്ന, അനുഗ്രഹത്തിൻ്റെ മാല ചാർത്തുന്ന നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ജീവിതവുമാക്കി മാറ്റാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു കുഞ്ഞു സെഷനിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിച്ചുകൊണ്ട് നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അനുഭവ സാക്ഷ്യം സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി അടുത്തുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും പങ്കുവയ്ക്കാനും, അമ്മയെക്കുറിച്ചുള്ള ഈ പ്രോഗ്രാം അത് ദയാപൂർവം ഏറ്റവും കൃപയോടുകൂടെ പങ്കെടുക്കാനും പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം അത് പരിശുദ്ധ അമ്മ നൽകുന്ന വലിയൊരു സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലി ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ മറിയം വഴി വിശുദ്ധ കുർബാനയെ അമ്മ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഈ തൈക്കാട്ടുശ്ശേരി ഇടവകയിൽ ഈ ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോഴെല്ലാം ഒരു ജപമാല ചൊല്ലി ബലിയർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ ഇന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ബലിയർപ്പണത്തിൽ വരുമ്പോൾ ഞാൻ ഈ ബലിയർപ്പിക്കുന്ന ദിവസങ്ങൾ അനുഭവിക്കുന്ന ഒരാനന്ദം, എൻ്റെ ആകാശവും എൻ്റെ ആനന്ദവും ഇന്ന് ദിവ്യകാരുണ്യമായി മാറുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുന്ന സമയത്താണ്. നമുക്ക് എല്ലാവർക്കും കരങ്ങളിൽ ജപമാല എടുക്കാം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിച്ച് ദൈവിക കൃപകളാൽ ജ്വലിക്കുന്നവരായി നമുക്ക് മാറാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ജപമാല കയ്യിലേന്തിയിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ മറിയമേ, അനേകായിരങ്ങളിലേക്ക് ലൂർദിലും ഫാത്തിമയിലും മെജിഗോറിയയിലും മെക്സിക്കോയിലും ഇടപെടുന്ന പരിശുദ്ധ അമ്മേ, അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ ജപമാല കരങ്ങളിലേന്തിയിരിക്കുന്ന എല്ലാ മക്കളുടെ അടുത്തേക്ക് അമ്മ വന്ന് അമ്മയുടെ സാന്ത്വനവും അമ്മയുടെ സമാധാനവും അമ്മയുടെ മകൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകവും ഈ പ്രിയമക്കൾ അനുഭവിക്കട്ടെ. ഏതെങ്കിലും രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്നവർ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും പരിശുദ്ധ മറിയം വഴി, പ്രത്യേകമായി ജപമാല രാജ്ഞിയായ പരിശുദ്ധ മറിയം വഴി ഈശോ അനുഗ്രഹിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ രോഗപീഠകൾ വിട്ടുമാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അകന്നു പോകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ. അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമൃദ്ധിയും പൂർണ്ണമായി നിറവേറുവാൻ ഇടവരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.